ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിലരൊക്കെ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടുമെന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായ തീർച്ചയായും നിങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അതിന് ശേഷം എനിക്കൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം പല കട്ട്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, എന്നാൽ ഇതുപോലൊരു കട്ട്ലേറ്റ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 2-3 മുട്ട എടുത്തിട്ട് അതിലേക്ക് കനം കുറച്ചരിഞ്ഞ് കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇവിടെ ഞാൻ ഒരു 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡ് ഒന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് പിച്ചി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് മാഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മുട്ടയുടെ മിക്സ് എടുത്തിട്ട് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി കുറച്ച് മീറ്റ് മസാലയും ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് മിക്സായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പാകാക്കി മാറ്റി വയ്ക്കുക. ഇനി ഇതുപോലെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഞാനിവിടെ മൈദയുടെ മിക്സാണ് എടുത്തിട്ടുള്ളത്. ആ ഓരോന്നും എടുത്തിട്ട് നമ്മൾ നോർമലി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ മൈദയിൽ മുക്കുക, ഇതുപോലെ ബ്രെഡ് ക്രംസാണ് അതിലും മുക്കുക, മാറ്റി വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാൻ വെച്ചിട്ടില്ല, ഞാൻ പക്ഷേ 2 കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഞാൻ ചൂടാക്കി അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് കിടിലൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്ബാര ടേസ്റ്റാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.